ഡിസംബർ 29 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ തോമസ് ബക്കറ്റ്, ഗാബ്രോണിലെ വിശുദ്ധ ആൽബർട്ട്, ലെറിൻസിലെ വിശുദ്ധ ആന്റണി, വിശുദ്ധ കലിസ്റ്റസ് ഫെലിക്സ്, വിശുദ്ധ ബോനിഫസ്, വിശുദ്ധ ക്രഷൻസ്, രാജകീയ പ്രവാചകനായ വിശുദ്ധ ഡേവിഡ്. വിശുദ്ധ തോമസ് ബക്കറ്റ് 1117-1170 കാലഘട്ടത്തിലാണ് വിശുദ്ധ തോമസ് ബക്കറ്റ് ജീവിച്ചിരുന്നത്. 1117 ഡിസംബർ 21 തീയതി അദ്ദേഹം ലണ്ടനിൽ ജനിച്ചു. പിതാവ് ഗിൽബർട്ട് ബക്കറ്റ് യൗവനത്തിൽ ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോയപ്പോൾ ഒരു മുഹമ്മദീയ കുടുംബത്തിൽ അടിമയായി 1.5 കൊല്ലം താമസിച്ചു. അവിടെ വെച്ച് ആ മുഹമ്മദീയന്റെ മകൾ മാനസാന്തരപ്പെട്ടു. ഗിൽബർട്ടിന്റെ കൂടെ ലണ്ടനിലേക്ക് വന്ന് ജ്ഞാനസ്നാനപ്പെട്ടു. ഗിൽബർട്ടിനെ തന്നെ വിവാഹം കഴിച്ചു. 1138 പിതാവ് മരിച്ചെങ്കിലും ഭക്തയായ അമ്മ മോഡ് അഥവാ മെറ്റിൽഡസ് തോമസിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഓക്സ്ഫോർഡിലും പാരീസിലും തോമസ് കുറേ നാൾ പഠിച്ചു. ലണ്ടനിലേക്ക് തിരിച്ചു വന്നു. ഹെൻറി ദ്വിതീയൻ രാജാവിൻ്റെ ചാൻസലറായി. ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ അദ്ദേഹം രക്ഷപ്പെട്ടു. അന്നു മുതൽ അദ്ദേഹം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. 37-ാമത്തെ വയസ്സിൽ ബൊളോഞ്ഞയിൽ പോയി കാനൻ നിയമം പഠിച്ചു. 1161 കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ഹെൻറി തൻ്റെ സ്നേഹിതൻ തോമസ് ബക്കറ്റിനെ ആർച്ച് ബിഷപ്പായി നിയോഗിച്ചു. അന്ന് തന്നെ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഉദ്ദേശങ്ങൾ അറിയാം. അങ്ങയുടെ അവകാശവാദങ്ങൾ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ എതിർക്കും. അങ്ങനെ വൈമനസ്യത്തോടെയാണ് ആർച്ച് ബിഷപ്പ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത്. താമസിയാതെ രാജാവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. വൈദികരുടെ കേസുകൾ വൈദിക കോടതിയിൽ വിസ്തരിക്കാനുള്ള അവകാശവും റോമിലേക്ക് അപ്പീൽ ചെയ്യാനുള്ള അവകാശവും രാജാവ് എതിർത്തു. പല പിഴശിക്ഷകളും ഇട്ട് കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ കയ്യിൽ നിന്നും പണം രാജാവ് പിഴിഞ്ഞെടുത്തു. പരിതപ്തനായ ആർച്ച് ബിഷപ്പ് സ്വമേധയാ വിപ്രവാസിയായി ഫ്രാൻസിൽ പോയി താമസിച്ചു. ഫ്രാൻസിലെ രാജാവ് ലൂയി 7-ാമൻ ആർച്ച് ബിഷപ്പിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ആ തക്കം നോക്കി ഹെൻറി ആർച്ച് ബിഷപ്പിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ചർച്ചക്കാരെ നാടുകടത്തി. 1170 താൽക്കാലികമായ ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ആർച്ച് ബിഷപ്പ് കാൻറ്റർബറിയിലേക്ക് മടങ്ങി. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആർച്ച് ബിഷപ്പ് അങ്ങോട്ടേക്ക് തിരിച്ചു പോയത്. രാജാവിന് പ്രിയപ്പെട്ട മെത്രാന്മാർക്കുണ്ടായിരുന്ന മഹറോൺ ശിക്ഷ ആർച്ച് ബിഷപ്പ് നീക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഹെൻറി അലറി, ഈ വിഷമക്കാരൻ വൈദികന്റെ ശല്യത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കാൻ ഇവിടെ ആരുമില്ലേ. ഉടനടി 4 യോദ്ധാക്കൾ പോയി കത്തീഡ്രലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആർച്ച് ബിഷപ്പിനെ വധിച്ചു. 1170 ഡിസംബർ 29 തീയതിയാണ് സ്വന്തം കത്തീഡ്രൽ വെച്ച് കാൻറ്റർബറി ആർച്ച് ബിഷപ്പായ വിശുദ്ധ തോമസ് ബക്കറ്റ് വധിക്കപ്പെട്ടത്. അദ്ദേഹം മരിക്കുമ്പോൾ ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു, ദൈവത്തിനും കന്യകാമറിയത്തിനും ഈ ദേവാലയത്തിലെ വിശുദ്ധ മധ്യസ്ഥർക്കും വിശുദ്ധ ഡെന്നീസിനും എന്നെയും വിശ്വാസകാര്യങ്ങളെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. കാൻറ്റർബറി ഒരു തീർത്ഥാടന സ്ഥലമായി. ഹെൻറി 2-ാമനും തീർത്ഥാടകരൊപ്പം ആർച്ച് ബിഷപ്പ് ബക്കറ്റിന്റെ കുഴിമാടത്തിൽ പ്രായശ്ചിത്തം ചെയ്തു. ഹെൻറി 8-ാമൻ ആ കുഴിമാടം തകർത്തു. വിശുദ്ധനായ തോമസ് ബക്കറ്റ് ലോകത്തുള്ള എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.